ഞാനത് ഓർത്തിട്ട് ദൈവമേ നന്ദി പറഞ്ഞു, ഈശോയെ അവർക്ക് അനുഗ്രഹം ഉണ്ടായല്ലോ, നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാക്ഷി എൻ്റെ മനസ്സിൽ പിന്നെയും തോന്നുകയാണ്. ഞാനത് പിന്നെയും എടുത്ത് വായിക്കുമായിരുന്നു. പല പ്രാവശ്യം വായിച്ചത് 2-3 ദിവസമായിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ തോന്നാൻ കാരണം എൻ്റെ അടുത്ത് മനസ്സിൽ തോന്നുകയാണ്, നീ നിന്നെ ആളുടെ ചോദിക്കുന്നു. അയ്യോ ഞാൻ ചോദിക്കും, അയ്യോ ആ ആൾ ചോദിച്ചാൽ തരുന്ന ആൾ, അയ്യോ അത് ശരിയാകുകയല്ലോ എനിക്ക് തോന്നുന്നു. എനിക്ക് ഏകദേശം ഒരു ധാരണ അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ എന്തെങ്കിലും പിന്നെയും തോന്നുന്നു, നീ ചോദിക്കുന്നു. എന്നാൽ എനിക്ക് വേണ്ട, എന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അന്നേമേ അത് ശരിയാകുകയാണെങ്കിൽ എന്നെ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കേണ്ട, ഒരാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വ്യക്തിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ ആ വ്യക്തിയോട് വിവരം പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്രയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു 4.5 ലക്ഷമായിരുന്നു. ഞാൻ കണക്ക് കൂട്ടി അത്യാവശ്യം അത്രയുണ്ട്. അയ്യോ അത്രയുണ്ടോ, ഞാനത് നോക്കട്ടെ, ഞാൻ 1 ലക്ഷം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പറഞ്ഞു. 3-ാമത്തെ ദിവസം ഒക്ടോബർ 28-ാം തീയതി പറഞ്ഞ് നവംബർ 1-ാം തീയതി 4,50,000 ക്യാഷൊക്കെ എടുത്ത് തന്നിട്ട് പറയുകയാണ് ഇത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് തോന്നി പാവം അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് അത്ഭുതമാണ് ഈ തന്നത് ഓർത്തിട്ട് എനിക്ക് അത്ഭുതമാണ്, ഞാനാണോ ഒന്ന് തനിക്ക് തന്നെന്ന് ചോദിക്കുക എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു തന്നു, സത്യം അത് മാതാവ് ഇടപെട്ടതാണ്, ഉടമ്പടി ഞാൻ ഉടമ്പടി കൃപാസനത്തിൽ സാക്ഷി എടുക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം നന്ദിയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. മാതാവിൻ്റെ അനുഗ്രഹം എന്തുമാത്രം അനുഭവമാണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അനുഭവമാണ്. കുടുംബ സമാധാനവും സന്തോഷവും. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, പത്രം കൊണ്ടുപോയി ഞാൻ കോളനികളിൽ പോകും. കോളനികളിൽ കുടുംബങ്ങളിലൊക്കെ പ്രായമായ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എൻ്റെ അപ്പൻ ഒത്തിരി പ്രായമായിട്ട് വയ്യാതൊക്കെയായിരുന്നു. ഞാൻ ദൈവത്തെ സാധിക്കാൻ എൻ്റെ അപ്പനെ നോക്കാൻ സാധിച്ചു. ആ അനുഭവം എനിക്കുള്ളതുകൊണ്ട് പിന്നെ അച്ഛൻ പറയും കാരുണ്യ പ്രവർത്തനം ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട്. ഞാൻ കോളനി വഴി എന്ന് പ്രായമായ ആൾക്കാരുണ്ട്, ഒത്തിരി ദാടി മുടിയൊക്കെ വളർത്തി. ആദ്യം ഞാൻ പേടിച്ച് കൊണ്ട് വ്യക്തിയെ കണ്ടപ്പം മാനസികരോഗിയെ പോലും ആണെന്ന് ഓർത്ത് പോയിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷേ അവരൊക്കെ അങ്ങനെയല്ലായിരുന്നു, ശുശ്രൂഷിക്കാൻ ആളിൽ മറ്റാഞ്ഞ ഒരവസ്ഥയൊക്കെ ആയിരുന്നു. ഒരവസ്ഥയല്ലേ ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ. ഞാൻ അവരെ കുളിപ്പിക്കുകയും മുടി വെട്ടിക്കൊടുക്കുകയും താടി വടിക്കുകയൊക്കെ ചെയ്ത് കൊടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ